നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ 2025 ഈ നാളുകാർക്ക് നല്ലൊരു കാലമാണ് എന്ന് വെച്ചാൽ നല്ല ശോഭനമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ദാമ്പത്തിക ജീവിതത്തിലൊക്കെ നല്ല സുഖവും സന്തോഷവും ഒക്കെ കാണുന്നുണ്ട്. എങ്കിലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരൊക്കെയാണ് ഈ നക്ഷത്രക്കാർ. നല്ല അധ്വാനശീലരൊക്കെയാണ്. പക്ഷേ ഇവർ വളരെയധികം ലോലഹൃദയരാണ് ഇവരെ. പിന്നെ അതേ കണക്ക് തന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്തുമാത്രം നല്ലൊരു സ്വഭാവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവ ഗുണമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിട്ടുപിരിഞ്ഞ് പോവാത്തതൊക്കെ. കാരണം ഇവരോട് അത്രമാത്രം ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു നക്ഷത്രം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രം. എങ്കിലും ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ 2025 ഇവർ അടുത്തിടപഴകുന്നതായിട്ടുള്ള ചില സുഹൃത്തുക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്വഭാവം അത്രയും ഉള്ളതായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് ഇത്തിരി എടുത്തുചാട്ടമൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് എല്ലാവരെയും സഹായിക്കണമെന്നുള്ള ചിന്താഗതിക്കാരൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഇവർക്കുള്ള തൊട്ട് കീഴിലുള്ളവരെയൊക്കെ ഇവരെന്ത് രീതിയിലാണെങ്കിലും ഇവർ സഹായിക്കും. പക്ഷെ എന്തായാലും ഈ പറയുന്ന ഈ വർഷം ഇവർക്ക് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ അതേ കണക്ക് ഞാനീ പറഞ്ഞ കണക്ക് അബദ്ധങ്ങളിൽ ചെന്ന് ചാടി മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതിയൊക്കെ സമ്പാദിക്കാനുള്ള ഏൽപ്പിക്കരുത്. പിന്നെ കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒന്ന് ശ്രമിക്കണം. കാരണം അതല്ലെങ്കിൽ പിന്നെ അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ദുഃഖത്തിന് ഇടവരുത്തുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഈ വർഷം ശിവപ്രീതി നേടുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും നിങ്ങൾക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉളവാക്കുവാൻ ഇടയുണ്ട്. കർമ്മരംഗത്തും തൊഴിൽ രംഗത്തുമൊക്കെ നല്ല രീതിയിലുള്ള നേട്ടം കാണുന്നുണ്ട്. അത് കണക്ക് തന്നെ നല്ല രീതിയിൽ ധനവരവൊക്കെ ഉണ്ടാവുന്നതാണ്. ബന്ധുക്കളിൽ നിന്നുള്ള ധനസഹായമൊക്കെ ഉണ്ടാകും. സന്താനങ്ങൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ കലാകാരന്മാർക്കൊക്കെ കാലം കൂടുതൽ അനുകൂലമാണ്. പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണതയൊക്കെ അതൊക്കെ അപകടങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ്. പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട്. പിന്നെ വിവാഹം കാര്യത്തിനൊക്കെ ചില സമ്മർദ്ദങ്ങളൊക്കെ കൂടുന്നതാണ്. എങ്കിലും ഈ വർഷം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹത്തിനുള്ള അനുകൂലമുള്ള സമയമാണ്. ആ തടസ്സങ്ങളൊക്കെ മാറി പെട്ടെന്ന് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈശ്വരാനുഗ്രഹമൊക്കെ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. പിന്നെ ധനപരമായിട്ടുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നീടത് ദുഃഖിക്കേണ്ടതായി വരുന്നതാണ്. പിന്നെ ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകുമെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ അത് ഉപകരിക്കാൻ കഴിഞ്ഞെന്നും വരത്തില്ല. പാഴ്ചിലവൊക്കെ കൂടുന്നതാണ്. കലാരംഗത്ത് പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുമായി അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്വാധിപ്പിക്കാനിടയുണ്ട്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് തൊഴിൽമേന്മ കാണുന്നുണ്ട്. കായിക രംഗത്ത് അംഗീകാരങ്ങളുണ്ടാകും. ഉറ്റമിത്രങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ അതേ കണക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. അതേ കണക്ക് വീട് വയ്ക്കുവാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. അതിപ്പോൾ വീട് പുതുക്കി പണിയുന്നതിനുള്ള യോഗങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ മനസ്സിന് എപ്പോഴും ചില എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാതുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ശത്രുഭയങ്ങളൊക്കെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയമുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ നമുക്കൊന്ന് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ അങ്ങനെയുള്ള മനസ്സിന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ടെൻഷനൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ ഈ വർഷം തന്നെ നല്ല രീതിയിൽ ധനസ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുന്നതാണ്. പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു മാസമാണ് ജൂലൈ ആഗസ്റ്റ് മാസത്തോടു കൂടി. പിന്നെ യാത്രകളൊക്കെ നല്ല സന്തോഷകരമായിട്ട് ഭവിക്കുന്നതാണ്. പിന്നെ ജോലിയിലൊക്കെ ഒരു സ്ഥിരതയുണ്ടാകും. പിന്നെ ശുക്രൻ്റെയും സൂര്യൻ്റെയും പരിവർത്തനം മൂലം കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ തന്നെ അത് കാണുന്നതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലൊരു ഉയർച്ചയിലോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹമുള്ളവരാണ് ഈ പറയുന്ന തൃക്കേട്ട നാളുകാർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അശ്രാന്തമായിട്ട് നിങ്ങൾ ജോലി ചെയ്യാനും ഏൽപ്പിക്കുന്ന ഏതൊരു ജോലി ചെയ്യുവാനും നിങ്ങൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ്. കർമ്മസ്ഥാനത്തുള്ള വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർച്ച കാണുന്നത്. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വാഹനയോഗം കാണുന്നുണ്ട്. പിന്നെ ഗുരുതുല്യന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും, ഗുരുക്കന്മാരുടെയൊക്കെ. പിന്നെ മുൻകോപവും ക്ഷമയില്ലായ്മയും വിനാശത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും പറയുന്ന കണക്ക് മുൻകോപങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ അതേ കണക്ക് കുടുംബജീവിതം സന്തോഷകരമാണ്. ദാമ്പത്തിക ജീവിതമൊക്കെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ്. എന്തിനും ഏതിനും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ആത്മവിശ്വാസവും നല്ലൊരു ഉത്സാഹവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ധനലാഭങ്ങളും കുടുംബത്തിൽ എപ്പോഴും സന്തോഷം എന്നിവയൊക്കെയാണ് കാണുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എപ്പോഴും വെറുതെ ഇരിക്കണം എന്നുള്ളൊരു ശീലമല്ല, 10 കാശ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള ഒരു മോഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങളതനുസരിച്ച് വർക്ക് ചെയ്യും. എങ്കിലും നിങ്ങൾ ചില തീയതികളിൽ ഇപ്പോൾ 2, 5, 13, 26, 30 ആ തീയതികളിൽ വളരെ ഇതായിട്ട് നല്ലൊരു ശുഭസൂചകമായിട്ട് കാണുന്നില്ല. അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഡേറ്റൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഡേറ്റുകളൊക്കെ എടുത്ത് കറക്റ്റായ രീതിയിൽ ബിസിനസ് ആയാലും പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്കുള്ള സർവ്വദോഷങ്ങൾക്കും മാറുന്നതിനുള്ള ഒരു ഫലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ പ്രീതി നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ സർവ്വദോഷഫലങ്ങളും മാറുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.